ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 2-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 1-ാം അധ്യായത്തിൽ കഴിഞ്ഞ സംഭവങ്ങൾ മോശ ജനത്തോടെ വിശദീകരിക്കുന്നു. അതേപോലെ എഴുതി വയ്ക്കുന്നു. അതുപോലെ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ കണ്ട അതേ സംഭവങ്ങൾ വീണ്ടും ഈ 2-ാം അധ്യായത്തിലും ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞതിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ദൈവം എങ്ങനെ അത്ഭുതകരമായി വഴി നടത്തിയെന്ന് ഇസ്രായേൽ ജനത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് മോശ ഈ സംഭവങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ച് അവരോട് പറയുന്നതും അതൊക്കെ എഴുതി വയ്ക്കുന്നതും. എക്കാലവും അവരുടെ തലമുറകൾ ഓർത്തിരുന്ന് വായിച്ച് അവരുടെ പൂർവ്വപിതാക്കന്മാരെ ദൈവം എങ്ങനെ വഴി നടത്തി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം അതെല്ലാം അവിടെ എഴുതി വയ്ക്കുകയാണ്. മോശ ഇത് പറയുമ്പോൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയവരിൽ ഭൂരിപക്ഷം ആളുകളും ഇവിടെയില്ല. അവരൊക്കെ മരുഭൂമിയിൽ ദൈവത്തോട് മത്സരിച്ചും അല്ലാതെയൊക്കെ അവർ മരിച്ചുപോയി. അവരുടെ സന്തതി പരമ്പരകളാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം ഇറങ്ങിയപ്പോൾ മുതലുള്ള സംഭവങ്ങൾ അവർ കണ്ടിട്ടില്ല. അവരുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞുള്ള അനുഭവങ്ങളേ ഉള്ളൂ. അത് മോശ ഒരിക്കൽ കൂടി ആ മക്കളെയും അവരുടെ തലമുറകളെയും ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് യഹോവയായ ദൈവം പറയുന്നു, ഏശാവിൻ്റെ പ്രദേശത്തോട് നിങ്ങൾ കടന്നുപോയി, ഏശാവിൻ്റെ മക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. ലോത്തിൻ്റെ മക്കളുടെ ഇടയിൽ കൂടെ കടന്നു പോകുന്ന അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. അതുപോലെ തന്നെ മോവാബിലെ അവിടെ ദേശമൊക്കെ ഞാൻ ലോത്തിന് മക്കൾക്ക് ഭാഗിച്ച് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അമ്മോൻ്റെ മക്കൾ എന്നിവരോടൊന്നും നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല. എന്നാൽ സീഹോനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. വിജാതീയ രാജാവായ സീഹോൻ, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും. ഇസ്മായേലിൻ്റെ മക്കളും ലോത്തിൻ്റെ മക്കളും ഒക്കെ ദൈവത്തിനും ഏറെ പ്രിയപ്പെട്ടവരാണ്. അബ്രാഹാമിൻ്റെ സഹോദര പുത്രന്മാരും ഒക്കെയാണല്ലോ അബ്രഹാമിൻ്റെ മകൻ ഇസ്മായേലിൻ്റെ മക്കൾ. അവരൊക്കെ വാഗ്ദത്ത സന്തതി അല്ലെങ്കിൽ പോലും ആ വിശ്വാസിയായ പിതാവിൽ നിന്ന് ജനിച്ചവരാണ്. അവരോടുള്ള ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ വാസ്തവത്തിൽ ഇസ്രായേൽ ജനത്തിന് വലിയ ശത്രുക്കളായിരുന്നെങ്കിലും ദൈവം ഇപ്പോൾ അവരോട് യുദ്ധം ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങൾ ഈ പർവ്വതം നിങ്ങൾ ചുറ്റിയത് മതി, നിങ്ങൾ വടക്കോട്ട് യാത്ര ചെയ്യുവിൻ. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ ഈ പർവ്വതം തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ആധ്യാത്മിക ജീവിതവും മുന്നോട്ട് ഗമിക്കുന്നുണ്ടോ അതോ ചുറ്റിത്തിരിയുകയാണ്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമാദികളൊക്കെ നടത്തി നമ്മൾ കിടന്ന് വട്ടം കറങ്ങുന്നതല്ലാതെ ആധ്യാത്മിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വളർച്ച, ഒരു പുരോഗമനം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സംഭവവികലമായ 2025 എന്നൊരു വർഷം നമ്മളെ പിന്നോട്ട് പോയി കഴിഞ്ഞു. കഴിഞ്ഞൊരു വർഷം എന്ത് ആധ്യാത്മിക വളർച്ചയാണ് നമുക്കുണ്ടായത്? അത് നമ്മൾ ചിന്തിക്കേണ്ടവരാണ്. നാം വീണ്ടും കിടന്ന് ചുറ്റിത്തിരിയാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാകണം. ചലിക്കുന്നതും മുന്നോട്ട് ഗമിക്കുന്നതും രണ്ടാണ്. ചലിക്കുക എന്ന് പറഞ്ഞാൽ ജീവനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. മുന്നോട്ട് ഗമിക്കണമെങ്കിൽ അതിനുള്ള ആരോഗ്യം നമുക്ക് വേണം. ഒരു രോഗിയായ മനുഷ്യൻ രോഗക്കിടക്കയിലായിരിക്കുന്നു. ഒരു വിഷപ്പാമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നു. പത്തി വിളർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് അതിനെ തല്ലിക്കൊല്ലുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, പാമ്പിനെ കാണാനും പറ്റുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എഴുന്നേറ്റ് അതിനെ കൊല്ലാൻ സാധിക്കുന്നില്ല. കാരണം ആ പ്രവർത്തനക്ഷമതയില്ല. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ് നമ്മളിപ്പോഴും ഓർക്കുക, ഞാൻ വന്ന് ജീവനല്ല സമൃദ്ധമായ ജീവൻ നൽകുവാനാണ്. ജീവനും സമൃദ്ധമായ ജീവിതവും വളരെ വ്യത്യസ്തമാണ്.
ആധ്യാത്മിക ജീവിതം സമൃദ്ധമായ ജീവനാണ്. അത് വളർച്ചയുടെ ഒരു വലിയ അനുഭവമാണ്. ആ അനുഭവം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ഈ വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും ഒക്കെ വ്യർത്ഥമായി പോകും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും മനോഭാവത്തോടെ ചുറ്റിത്തിരിയാനുള്ളവരല്ല, മുന്നോട്ട് നമ്മൾ നടന്നു പോകുവാനായിട്ട് ഉള്ളവരാണ്. അപ്പം ആ പഴയ സ്വഭാവങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് ഒരു പുതിയ അനുഭവത്തോടെ ഈ വർഷം ജീവിക്കാൻ നമുക്കിടയാകണം. യാക്കോബ് അമ്മാവനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ അപ്പനെയും ജ്യേഷ്ഠനെയും വഞ്ചിച്ചു പോയവൻ ലൂസ് എന്ന് പറയുന്നതായ പട്ടണത്തിൽ രാത്രിയിലെത്തുന്നു. കല്ല് തലേണയായി വെച്ച ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യാക്കോബ് കണ്ട ഒരു ദർശനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 28 അധ്യായം നമ്മളിത് വായിച്ചതാണ്. സ്വർഗത്തോളം എത്തുന്നൊരു കോവണി, മാലാഖമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. കോവണിക്ക് അനേക സ്റ്റെപ്പുകളുണ്ട്. ദൈവം 2 കാര്യം അവനെ ബോധ്യപ്പെടുത്തി. ഒന്ന്, നീ ഒറ്റയ്ക്കല്ല, എൻ്റെ മാലാഖമാർ നിനക്ക് ചുറ്റുമുണ്ട്. കല്ല് തലേണയായി വെക്കുന്ന ആ പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലാണ് നീ ഇപ്പോൾ. എന്നാൽ അതോടൊപ്പം ഒരു പ്രത്യാശയുടെ കോവണി കാണിച്ചു കൊടുത്തു. ഇതിലൂടെ നിനക്ക് കയറാം. മാലാഖമാർ ആദ്യം കയറി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം നിനക്ക് ചുറ്റും മാലാഖയുണ്ട്. പക്ഷേ ഈ മാലാഖ പോകുന്ന വഴിയെ നീയും മുകളിലേക്ക് നീ കയറേണ്ടവനാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ളത് ഒരു വളർച്ചയാണ്. ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ഉയർന്നു കയറുന്നത് പോലെ ആയാസപ്പെട്ട് തന്നെ നമ്മൾ മുന്നോട്ട് നമ്മൾ കയറേണ്ടതാണ്. ആ ഒരു വളർച്ചയാണ് നമുക്കുണ്ടാവേണ്ടത്. മാമോദീസായിൽ വാസ്തവത്തിൽ 1ാമത്തെ സ്റ്റെപ്പിൽ നമ്മളെ കയറ്റി നിർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്രിസ്തുവിലേക്കുള്ള വഴിയിൽ നമ്മൾ പ്രവേശിച്ചവരാണ്. പക്ഷേ എന്ത് വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തരുടെയും പ്രായം, ആയുസ് നമ്മളൊന്ന് കൂട്ടുക. അത്രയും സ്റ്റെപ്പുകൾ ഇപ്പോൾ നമ്മൾ കയറേണ്ടതാണ്. 60 വയസ്സായെങ്കിൽ 50 വയസ്സായവനൊക്കെ എത്ര സ്റ്റെപ്പുകൾ ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് പലരും പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ പോലെ ആവില്ല ഞാൻ ഈ വർഷം, ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. പക്ഷെ എത്ര നാൾ ആ തീരുമാനത്തിന് ആയുസ്സുണ്ടാവും? 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ സ്റ്റെപ്പിലേക്ക് തന്നെ വീണു പോകുന്നൊരവസ്ഥ. അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യണം. മോശയോട് ദൈവം പറഞ്ഞ പോലെ ഈ പർവ്വതത്തിന് ചുറ്റും നീ കിടന്ന് കറങ്ങേണ്ടവനല്ല, ഈ ജനത്തെയും കൊണ്ട് നീ മുന്നോട്ട് പോകണം. ആ ജനത്തിൻ്റെ മത്സരമാണ് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ദൈവത്തോടുള്ള അവരുടെ പിറുപിറുപ്പും അവിശ്വാസവുമാണ് അവരിങ്ങനെ ചുറ്റിക്കറങ്ങാൻ കാരണമായി തീർന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ അവിശ്വാസത്തെയും നമ്മിൽ നിന്ന് ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെ സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം നമുക്ക് ഓടാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഈ വർഷം അതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകും.